പത്തനംതിട്ടയിലേക്ക് പോവാം. പത്തനംതിട്ടയിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നാണ്. പത്തനംതിട്ട വീണ്ടും UDF അനുകൂലമായ കാറ്റ് വീശും. മുൻപ് LDF ഏകാധിപത്യം അവിടെ അവസാനിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അഞ്ച് മണ്ഡലങ്ങളിൽ എത്ര എന്നുള്ളത് വലിയ ചോദ്യമാണ്. കാരണം ആറന്മുള എടുക്കുക, തോൽക്കാൻ പോകുന്ന അടുത്ത മന്ത്രി ആണ്, ഉറപ്പാണ്. ആറന്മുള പക്ഷേ ഒരുപക്ഷെ റാന്നിയും കോന്നിയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത്രയും വലിയ സാധ്യത തിരുവല്ല, പക്ഷെ മറിച്ചാണ്. ജിമ്മി അത് യോജിക്കുമെന്ന് തോന്നുന്നു. തിരുവല്ല UDF ജയിക്കുമെന്ന് ഉറപ്പിച്ച സ്ഥലമാണ്. റാന്നിയിൽ പ്രമോദ് നാരായണൻ കഴിഞ്ഞ ചെറിയ വോട്ടുകൾക്ക് ജയിച്ചു പോയ സ്ഥലം. പഴകുളം മധുവാണ് അവിടെ മത്സരിക്കുന്നത്. ചിലപ്പോൾ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു തരംഗമാണെങ്കിൽ ചെറിയ വോട്ടുകൾ. ആറന്മുള വീണ ജോർജ് തോൽക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ആറന്മുളയിൽ ഒരു മന്ത്രി കൂടെ അവിടെ തോൽക്കാൻ. അങ്ങനെയാണ്. പിന്നെ അടൂര് മാത്രമാണ് ഉള്ളത്. അടൂര് UDF വന്നുകൂടായികയില്ല ഇപ്പോഴത്തെ ഈ തരംഗത്തിന്. അങ്ങനെയാണെങ്കിൽ 5 മണ്ഡലവും എന്നുള്ള നിലയിൽ തരംഗമുണ്ടെങ്കിൽ 5 മണ്ഡലവും UDFിലേക്ക് പോകാനുള്ള സാധ്യതയാണ്. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ സംഗതി ആറന്മുള തന്നെയാണ്. കുമ്മനം രാജശേഖരന്റെ ഒരു പ്രസൻസ് എന്നുള്ളതും വലിയ വിഷയമാണ് അവിടെ. കുമ്മനം എത്ര വോട്ട് പിടിക്കും? കുമ്മനത്തിന്റെ ക്യാമ്പയിൻ അത്ര പോരായിരുന്നു എന്നൊക്കെയുള്ള അഭിപ്രായമുള്ള ആളുകളും ഉണ്ട് കേട്ടോ. അത് നമുക്ക് അറിയില്ല. ലൈംലൈറ്റിലില്ല, കുറെ നാളുകളായിട്ട് ലൈംലൈറ്റിൽ ഇല്ലാതാവാണ് അദ്ദേഹം. അണിയറ കഥ അനുസരിച്ച് BJP അവിടെ സ്ഥാനാർത്ഥി നിർത്താൻ പോലും ആലോചിച്ചിരുന്നില്ല. അവസാനം വളരെ ശക്തമായി വാശി പിടിച്ചിട്ടാണ്. അത് ശരിയാണ്. അല്ല, അത് രണ്ടാമത്തെ ഘട്ടത്തിലാണല്ലോ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. അത് അപ്പോഴേക്കും ഈ ചർച്ചകളൊക്കെ വന്നു. എന്തുകൊണ്ട് കുമ്മനം മത്സരിക്കുന്നില്ല എന്നുള്ള ചർച്ചകളൊക്കെ വന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നിർത്തിയത് എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ചിലപ്പോൾ പത്തനംതിട്ട ജില്ല മുഴുവൻ മറിയാനുള്ള ഒരു സാധ്യത തള്ളിക്കളഞ്ഞു. VD സതീശൻ കാണുന്ന 5 ജില്ലകളിലൊന്ന് പത്തനംതിട്ട ജില്ല തന്നെയാണ്. ഈ ആക്സിസ് മൈ ഇന്ത്യയുടെ ഒരു പ്രവചനത്തിനകത്ത്, അല്ലെങ്കിൽ അവർ പറഞ്ഞത് ഏറ്റവും ജനപ്രീതിയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നാണ് കേരളത്തിൽ. അപ്പൊ പിണറായി വിരുദ്ധത എന്ന് പറയുന്ന ഒരു സംഗതി പ്രധാനപ്പെട്ട ഒരു കീ ഫാക്ടറായി തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചു. എല്ലായിടത്തും അദ്ദേഹത്തിന്റെ ഫ്ലെക്സ് മാത്രമായിരുന്നു. അത് കണ്ട ആളുകൾ പിണറായി വൈരുദ്ധ്യം പിണറായിക്കെതിരായിട്ട് വോട്ട് ലഭിച്ചിട്ടുള്ള ആളുകളുടെ എണ്ണം നോക്കുക. പിണറായി ചെന്നിത്തല VD സതീശൻ മാത്രമല്ല, സതീശനാണ് മുൻപിൽ. ഒരുമിച്ച് കൂട്ടണം. പിണറായി വിരുദ്ധ വോട്ടുകൾ കൂടുതലാണ്. അതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ അങ്ങനെ കറക്റ്റാണ്.